സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ പഴഞ്ഞിയിൽ ആരംഭിച്ച പുതിയ അടയ്ക്ക മാർക്കറ്റ് കെട്ടിടം നിർമ്മിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് ബിജെപി കാട്ടകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് പാറേമ്പാടം ആറ്റുപുറം റോഡ് പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി ബിജെപി രംഗത്തെത്തിയിരുന്നു. അന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും കയ്യേറ്റ നിർമ്മാണം നടത്തുകയാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് ഇത്തരം നിയമലംഘനങ്ങൾ നടക്കുന്നതെന്ന് ബിജെപി കുറ്റപ്പെടുത്തി. പഞ്ചായത്തിന്റെ അഭിമാനമാകേണ്ട അടയ്ക്ക മാർക്കറ്റ് പഞ്ചായത്തിന്റെ സ്ഥലത്ത് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ ആരംഭിക്കുന്നതിന് പകരം സ്വകാര്യ വ്യക്തിക്ക് നടത്താൻ അനുമതി നൽകുകയാണ് ചെയ്തത്. ഈ വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് റോഡിലേക്ക് ഇറക്കി പണിത കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ബിജെപി രേഖാമൂലം പരാതി നൽകി. പാർക്കിംഗ് സൌകര്യം ഇല്ലാത്തത് റോഡിൽ അപകടം വർദ്ധിപ്പിക്കുമെന്നും ബിജെപി ആരോപിച്ചു. ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് പെരുന്തുരുത്തി, മുൻ പഞ്ചായത്ത് അംഗം പ്രദീപ് കുന്നത്ത്, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അരുൺ ഗഗനൻ എന്നിവർ സംസാരിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കഴിയുന്ന സമയത്ത് ഏകദേശം 3 ആഴ്ച മുമ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പരാതി കൊടുക്കുകയുണ്ടായി. മനഃപൂർവ്വം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരാതി പൂഴ്ത്തിവെക്കുകയും ഇന്ന് ഈ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഈ കുത്തക മുതലാളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കലുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ ശക്തമായിട്ട് നമ്മൾ ഇതിനെ പ്രതിഷേധിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, പഴഞ്ഞി മാർക്കറ്റിൻ്റെ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ അറിയാം. ഒരു വണ്ടി വന്നാൽ അടുത്തൊരു വണ്ടിക്ക് പോകാൻ സ്ഥലമില്ലാത്തൊരു മേഖലയാണ്. കാരണം നമ്മൾ ഒരു 10 വർഷം 20 വർഷം കണ്ട് മുന്നോട്ട് നമ്മൾ വികസനം ചിന്തിക്കുന്നതിന് പകരം റീൽസായിട്ടും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യും. ശക്തമായ സമരപരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.